ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, ആ കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നു സജന ഫിറോസ് തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്. അത് പറഞ്ഞ് ഈ ടോപ്പിക്ക് ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്യാമെന്ന് വെച്ചാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു 3-4 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരാഴ്ച മുന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സജിനയും റസൂൽ പൊക്കുട്ടിയും തമ്മിലുള്ള അവിഹിതം പൊക്കിയ സമയത്ത് അന്ന് സജിനയെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നത് അല്ലേ? എന്നാൽ താൻ എക്സ്പോസ്ഡ് ആയി എന്ന് കണ്ട സജിന പിന്നീട് ചെയ്ത പരിപാടി എന്താണ്? തന്റെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ചെയ്ത ചെറ്റത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് വീഡിയോ അങ്ങോട്ട് ചെയ്തു. ഒരു 49 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് വീഡിയോ അങ്ങോട്ട് ചെയ്തു. അതോടെ സജിനയെക്കാളും വലിയ ചെറ്റയാണ് ഫിറോസ് എന്നുള്ള സത്യം പൊതുജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അതോടെ നമ്മൾ സജിനയെ ഊക്കിയതിനേക്കാളും ഒരു പടി മുകളിൽ ഫിറോസിനെയും ഊക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തു. ഇത് കണ്ട പലരും പല രീതിയിൽ കമന്റ് ചെയ്യാൻ തുടങ്ങി. ചിലര് ചോദിക്കുന്നത്, നീ ആദ്യം സജിനയെ ഊക്കി ചെയ്യുന്നു, പിന്നെ ഫിറോസിനെ ഊക്കി ചെയ്യുന്നു, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കമന്റ് വായിച്ചുതരാം. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട. കുറെ ഫിറോസിനെ സപ്പോർട്ട് ചെയ്ത് മേക്കും, നാളെ ഇവൻ വീണ്ടും ഫിറോസ് വീഡിയോ ഇട്ടാൽ അവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും. ഇങ്ങനത്തെ കുറച്ച് കമന്റുകൾ ഇപ്പൊ കുറച്ചായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമന്റിന് മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും എന്റെ ജെന്യൂനിറ്റിയെ സംശയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രീതിയിൽ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എവിടെയെങ്കിലും ഫിറോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഫിറോസ് പോട്ടെ, സജിനയെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നേ വരെ രണ്ടാളെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിന് ചെയ്യുകയുമില്ല. അത് വേറെ കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, സജിനയുടെ അവിഹിതം എക്സ്പോസ്ഡ് ആയ സമയത്ത് നമ്മൾ സജിനെ ഊക്കിക്കൊണ്ട് വീഡിയോ ചെയ്തു. എന്നാൽ സജിനയെക്കാളും വലിയ ചെറ്റയാണ് ഫിറോസ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നമ്മൾ ഫിറോസിനെയും ഊക്കി വീഡിയോ ചെയ്തു. അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. ചുരുക്കി പറഞ്ഞാണെങ്കിൽ 2 പേരും കാണിച്ചത് ഇവിടെ ചെറ്റത്തരമാണ്. അതിൽ ഫിറോസ് ഒരു പടി മുകളിൽ ചെറ്റത്തരം കാണിച്ചു, അത്രേ ഉള്ളൂ. സോ ഓരോരുത്തരും എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരെയും ഊക്കി വീഡിയോ ചെയ്യുന്നു, അങ്ങനെ കരുതിയാൽ മതി. നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, നമ്മൾ ഒരു വ്യക്തി എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ഊക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ അപ്പുറത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. അതായത് നമ്മൾ ഫിറോസിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ സജിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. അതേപോലെ തന്നെ സജിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു കരുതി നമ്മൾ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ ആരുടെയും പക്ഷം പിടിക്കാൻ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തരം നാറ്റ കേസുകളിൽ ഞാൻ ആരെയും പക്ഷം പിടിക്കാറുമില്ല. അങ്ങനെ പക്ഷം പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെക്കാളും ഏറ്റവും കൂടുതൽ നാറാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ പക്ഷം പിടിച്ച് വീഡിയോ ചെയ്തതാണ് എന്തുകൊണ്ടും നല്ലത്. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ എന്റേതായ രീതിയിൽ ജനങ്ങളുടെ സത്യാവസ്ഥ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ വിമർശനങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സെലിബ്രിറ്റി ഗോസിപ്സ് ആയി പോയി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തരം ടോപ്പിക്സുകളിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത്. ഇത് ഞാൻ ഇപ്പൊ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ കുറെ കാര്യങ്ങളായി നമ്മുടെ കമന്റ് ബോക്സിൽ പലരും വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്, നീ കുടുംബശ്രീയാണ്, നീ പരിദൂഷണ കമ്മിറ്റി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു മറുപടി തരാം. ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആളുകൾ പറയുന്ന പോലെ ഭയങ്കര സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ ഡെയിലി ചെയ്യാം. നിങ്ങളിൽ എത്ര പേര് ആ വീഡിയോകൾ കാണാൻ തയ്യാറാക്കും? ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ ചെയ്ത 2-3 എക്സാമ്പിളുകൾ കാണിച്ചു തരാം. അധികം ഒന്നും പിന്നോട്ട് പോകണ്ട. ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് കുറെ രാസലഹരിയുമായിട്ട് ഒരു ഇൻഫ്ലുവൻസറെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കിലോ കണക്കിന് രാസലഹരിയായിരുന്നു അവളുടെ കൈവശം ഉണ്ടായിരുന്നത്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയി ഒരു അവയർനെസ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ വ്യൂസ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? വെറും 19K വ്യൂസ്. എത്രയാണ് 19K വ്യൂസ്? ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. കഴിഞ്ഞില്ല. ഇനി ഇതേ നമ്മൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആലപ്പുഴയിൽ വെച്ച് മെഹർമന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മറ്റേ ക്രിസ്ത്യൻ കോഴിമന്തിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു സംഭവം വെച്ചൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. വളരെ സെൻസിറ്റീവ് ടോപ്പിക് ആയിരുന്നു അത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയി ഒരു അവയർനെസ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ വ്യൂസ് ഒക്കെ നിങ്ങൾ വെറും 15K വ്യൂസ്. എത്രയാണ് 15K? കഴിഞ്ഞില്ലേ? ഇനി ഇതേ നമ്മൾ തന്നെ മറ്റേ ഷിയാസ് കരീം അനുമോളോട് ബീഫ് കഴിക്കാൻ പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അതും ഇതേപോലെ മതം റിലേറ്റഡ് ടോപ്പിക് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ വ്യൂസ് എത്രയാണ്? 18K വ്യൂസ്. അതായത് നമ്മൾ എപ്പോഴൊക്കെ സോഷ്യൽ റെലവന്റ് ടോപ്പിക്കുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴും മെജോറിറ്റി ഓഫ് കേസിലും ഇതാണ് അവസ്ഥ. എന്നാൽ ഇതേ നമ്മൾ തന്നെ രേണു സുധി കിച്ചു ടോപ്പിക് എടുത്ത സമയത്ത് കിട്ടിയ റീച്ച് നോക്കി നിങ്ങൾ 11 ലക്ഷം വ്യൂസ്. അതേപോലെ റീസെന്റ് ചെയ്ത സജന ഫിറോസ് ടോപ്പിക്കുകൾ എടുത്തു നോക്കി നിങ്ങൾ
ചെയ്ത ആദ്യത്തെ 2 വീഡിയോക്ക് 1 ലക്ഷത്തിന് മുകളിൽ, ബാക്കിയുള്ള വീഡിയോകൾക്കെല്ലാം 60K മുകളിൽ. ഒന്നും വേണ്ട, സിയാസ് കരീമിന്റെ വിഷയം തന്നെ എടുക്കാം. സിയാസ് കരീമിന്റെ കാര്യത്തിൽ തന്നെ ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് വീഡിയോ ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് 15K വ്യൂസ്. എന്നാൽ ഇതേ സിയാസ് കരീം തന്നെ ഒരു പെൺകുട്ടിയുമായി അവീതത്തിന് പോയ കാര്യം എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ 2 ലക്ഷത്തിന് മുകളിൽ വ്യൂസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് ഈ സോഷ്യൽ അലവന്റ് ടോപ്പിക്സ് ഒന്നും കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഈ പറഞ്ഞ സെലിബ്രിറ്റി ഗോസിപ്സ് മാത്രമാണ്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാകും? അറ്റ് ദ എൻഡ് വ്യൂസ് മാറ്റർ. എല്ലാവർക്കും പ്രൈമറിലി ആവശ്യം വ്യൂസ് തന്നെയാണ്. അത് എനിക്കും വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ മറ്റൊന്നുമല്ലേ, ഈ അടുത്ത കാലത്ത് മറ്റ് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക വാർ നടന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പോലും നമുക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ 24K വ്യൂസ്. കഴിഞ്ഞില്ല, ഒരു മാസം മുന്നേ നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഭയങ്കര ചർച്ചയായ സമയത്ത് ഒരു ഒറ്റ രാത്രി മുഴുവനും ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 22 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചിട്ട്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരു 5-6 പാർട്ടായിട്ട് ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ഈ ടോപ്പിക്കിൽ നമ്മൾ എല്ലാ എഫേർട്ടും എടുത്ത് പഠിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ പാർട്ടിന് കിട്ടിയ വ്യൂസ് എത്രയെന്ന് നോക്കി നിങ്ങൾ 22K വ്യൂസ്. അതോടുകൂടി ഞാൻ അങ്ങോട്ട് ചടിച്ചു. പിന്നെ ഞാൻ ആ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്ന അങ്ങ് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ വ്യൂസ് മാറ്റേഴ്സ്. എല്ലാവർക്കും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 5-6 മണിക്കൂറിലെ എഫേർട്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്റെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 5-6 മണിക്കൂർ മെനക്കെടുത്തിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രയും നമ്മൾ രാത്രി മൊത്തം റിസർച്ച് നടത്തി സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടോപ്പിക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എന്ത് വരെയാണുള്ളത് നിങ്ങൾ തന്നെ പറ. കാണാൻ ആളില്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല സിനിമയാണെങ്കിലും തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കും അല്ലെ? അതേപോലെയൊക്കെ തന്നെയാണ് ഇതും. കാണാൻ ആളില്ല എങ്കിൽ എത്ര സോഷ്യൽ റെലവന്റ് ടോപ്പിക് ആണെങ്കിലും ശരി, അത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. ഒന്നും വേണ്ട. എന്നെ ഈ കുടുംബശ്രീ പരദൂഷണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ നാളെ കുറച്ച് സോഷ്യൽ റെലവന്റ് ടോപ്പിക്കുകൾ ചെയ്യാം. ആഗോള വിപണിയിൽ ഗ്യാസ് വിലയുടെ ഫ്യൂച്ചർ എന്താണ്, ഗൾഫ് മലയാളികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇറാൻ ഇസ്രായേൽ വാറിന്റെ അപ്ഡേറ്റ് എന്താണ്, ഇങ്ങനത്തെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോകൾ ചെയ്യാം. നിങ്ങളുടെ എത്ര പേര് ഇരുന്ന് കാണും? അത് ഈ കമന്റ് ഇടുന്നവന്മാരിൽ ഒരാൾ പോലും അത്തരം ടോപ്പിക്കുകൾ ഇരുന്ന് കാണില്ല. അവർക്ക് പോലും കാണാനും അറിയാനും ആഗ്രഹം സെലിബ്രിറ്റി ഗോസിപ്സ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്ന ഇത്തരം ടോപ്പിക്കുകൾ മാത്രം തെരഞ്ഞു പിടിച്ച് കണ്ട് ഇവർ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നത്. അപ്പൊ പറയാനും ഡയലോഗ് അടിക്കാനും നല്ല സുഖമാണ്. അതേപോലെ അല്ല ഇവിടെ കുത്തിരുന്ന് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് കാണാൻ ആളില്ലാതിരിക്കുന്നതിലും ഭേദമല്ലേ ആളുകൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ കൂടുതൽ റിസർച്ച് എടുത്ത് വീഡിയോ ചെയ്യാന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്കുള്ള മറുപടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്ക് ടു സജന ഫിറോസ് ടോപ്പിക്കിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ പറഞ്ഞ സജന 2 ദിവസം മുമ്പ് ഫിറോസിനെതിരെ ലൈവ് ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണത്? ഫിറോസ് ഒരുപാട് പെൺകുട്ടികളുമായി അവിഹിത ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ട്, അതിലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വരെ പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നോട് വന്ന് മാപ്പ് പറയണം, ഇല്ല എങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്ത് വിടുമെന്നുള്ള കാര്യം സജന തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും പലരും വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഫിറോസ് അവിഹിത ബന്ധം വെച്ച് പുലർത്തിയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് മറ്റാരുമല്ല സൂര്യയാണെന്നുള്ള രീതി. അപ്പൊ ഇത് കണ്ട സൂര്യ എന്താക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷനുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, 3ാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സൂര്യ എല്ലാ വ്യക്തി പുള്ളിക്കാർക്ക് ഇവരുടെ ജീവിതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരി ഇതിൽ വലിച്ചിടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലേ ഇപ്പൊ വന്ന് സജന ഫിറോസിന്റെ ഫ്രണ്ട് ആണെന്ന് പോലും പറയാൻ ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ്. ആ ലെവലിലേക്ക് ഇവർ ചീഞ്ഞ് നാറിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു വട്ടം നാറിക്കഴിഞ്ഞാണെങ്കിൽ ആ നാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുമോള്. സിയാസ് കരീമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. ബെസ്റ്റ് ഫ്രണ്ട്
ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റൂല. ഇവര് സഹോദരങ്ങളായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നല്ലോ അനുമോളും ഷിയാസും നിന്നിരുന്നത്. അനുമോള് ബിഗ് ബോസിലായിരുന്ന സമയത്ത് പോലും അവിടേക്ക് ഗസ്റ്റ് ആയി പോയി അനുമോളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഷിയാസ് കരീം എന്ന് പറയുന്നത്. അനുമോൾ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു നടന്ന ആളാണ് ഷിയാസ് കരീം എന്ന് പറയുന്നത്. എന്തിനു പറയുന്നു? അനുമോള് ബിഗ് ബോസിൽ നിന്ന് വിജയിച്ച് പുറത്തിറങ്ങിയ സമയത്ത് അനുമോളുടെ പിന്നാലെ തന്നെയായിരുന്നു ഷിയാസ് കരീം. അങ്ങനെ അടയും ചക്കിരായി നടന്ന ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷിയാസ് കരീമിനെ മറ്റേ പണം തട്ടിപ്പ് കേസിൽ ഷിയാസ് കരീമിനെ തൂക്കുന്നത്. ഏതോ 40-45 വയസ്സുള്ള ഒരു സ്ത്രീയെ 60 ലക്ഷത്തിനടുത്തോളം രൂപ വാങ്ങി പറ്റിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുൽസിത ചാറ്റുകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ അത് തന്നെയായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയാണ്? അനുമോളെയാണ്. ഇപ്പൊ അനുമോൾ എവിടെ പോയാലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ളത്. ഷിയാസ് കരീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, ഇപ്പൊ ഷിയാസ് കരീമിനെ കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് മാത്രമാണ് ആളുകൾക്ക് ചോദിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ അനുമോൾക്ക് ഇപ്പൊ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥയായി. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും അവസ്ഥ അധോഗതിയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അതൊരു വൃത്തികെട്ട അവസ്ഥയാണ്, അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എനിവേ അതങ്ങനെ പോകുന്നു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല. ഈ മലയാളം സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ചാനലിന്റെ പേരെന്താണ്? മലയാളം സ്പോട്ട്ലൈറ്റ്. ഒരു ഫേസ്ബുക്ക് പേജ് ആണ്. നമ്മളെ സൈന സൗത്ത് പ്ലസിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ആണ്. ഇപ്പൊ ഈ പേജുകാർ ചെയ്തൊരു പരിപാടി നിങ്ങളോട് പറയാനാണെങ്കിൽ, പണ്ട് ഒരു കൊല്ലം മുന്നേ പറയുന്ന സജനയും ഫിറോസ് ഖാനും തമ്മിൽ ഡിവേഴ്സ് ആയ സമയത്ത് ഫിറോസ് ഖാൻ പല കാര്യങ്ങളും സ്വയം പുകയറ്റിയും മറ്റുമൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫിറോസ് ഖാൻ എക്സ്പോസ്ഡ് ആയ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന മലയാളം സ്പോട്ട്ലൈറ്റുകാർ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇവര് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ അഖിൽ മാരാറ് പ്രസവവുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഏത് പണ്ട് സ്ത്രീകൾ പ്രസവം ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു പ്രസവിച്ചിരുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അഖിൽ മാരാറ് നടത്തിയിരുന്നല്ലോ. അത് അഖിൽ മാരാറ് 2-3 മാസം മുന്നേ ഇലക്ഷന്റെ സമയത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അഖിൽ മാരാറ് എയറിൽ നിൽക്കുന്ന സമയം നോക്കി ഈ മലയാളം സ്പോട്ട്ലൈറ്റുകാരെന്താക്കി? അന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പൊക്കിക്കൊണ്ടുവന്നു. നൈസായിട്ട് അഖിൽ മാരാറ് അങ്ങ് ശൂന്യാകാശത്തേക്ക് കയറ്റിവിട്ടു. അതേ പരിപാടിയാണ് ഇപ്പൊ വീണ്ടും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ പറയുന്ന ഫിറോസ് ഖാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്, ഇവരിപ്പോ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നേക്കുന്നു. നമ്മൾ എന്തായാലും അന്ന് ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, ആ കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെയായ, അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഫ്രീഡം കൊടുക്കാൻ നീ ആര്? ഗാന്ധിജിയോ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടതെന്നൊക്കെ. ഇത് കാണുമ്പോൾ മറ്റേ ജയ ജയ ഹേ സിനിമയിലെ കോർട്ട് റൂം സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ ഒരാൾക്കും ഫ്രീഡം കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യരും ഇവിടെ ജനിച്ചു വീഴുന്നത് ഫ്രീഡം ഉള്ളവരായിട്ട് തന്നെയാണ്. പക്ഷെ പിന്നീട് നമ്മളായിട്ടാണ് അവരുടെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മളായിട്ട് അവരുടെ ചില ഫ്രീഡങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുകയും ചിലത് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ളത്. ആക്ച്വലി അത് ഫ്രീഡം കൊടുക്കലല്ല, ഫ്രീഡത്തെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രീഡം കൊടുത്തെന്നും പറഞ്ഞ് ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ മോനെ. എന്തായാലും കൊള്ളാം, ഫിറോസ് ഖാൻ ഒരു തികഞ്ഞ പുരോഗമനവാദി തന്നെ അല്ലേ? ബാക്കിയുണ്ടോ എന്തായാലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തൊന്ന് ഇടപെട്ടോട്ടെ. ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ പ്രയോഗമല്ലേ എന്നുള്ളത് ഫിറോസെ? കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് തെറ്റാണെങ്കിലും ആ വികാരത്തിന് തെറ്റില്ല. അതെ, ഇവിടെ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫ്രീഡം കൊടുക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ, അല്ലാണ്ട് മറ്റേ കൊടുക്കലല്ല. ഇനി ആരോ തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ ആശാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫ്രീഡം കൊടുക്കുക എന്നുള്ള വാക്ക് തെറ്റാണെങ്കിലും ആ വികാരത്തിന് തെറ്റില്ല എന്നൊക്കെയാണ് അല്ലെ? ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് അവ ജീവിക്കുന്നത്? വെറുതെ ലെവന്റെ അടുത്ത് നോക്കി സജിൻ ഓടിപ്പോയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നും പെണ്ണ് ഓടിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. സമയം ലോകത്ത് ഒരാളെ ഒരു പെൺകുട്ടിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. എന്റെ തോട്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, നിങ്ങളുടെ തോട്ടിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരേ സമയം ഒരു പെണ്ണിനോട് മാത്രം സ്നേഹം, പക്ഷേ സെക്സോ 10 പെണ്ണുങ്ങളായിട്ട്. അതാണ് ഫിറോസ്കയുടെ തോട്ടെന്ന് പറയുന്നത് അല്ലെ ഫിറോസ്ക? ബാക്കി പറഞ്ഞോട്ടെ. കാരണം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് 24 hours പോരാ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ, അത് കുറവാണ്. അതെ, കണ്ട പെണ്ണുങ്ങളായിട്ട് അഴിഞ്ഞാടി നടന്ന് വീട്ടിലേക്ക് വന്ന് സ്വന്തം പെണ്ണിനെ സ്നേഹിക്കുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ ആകെ കുറച്ച് സമയമാണ് സ്വന്തം പെണ്ണിനെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസത്തിൽ 24 hours പോരാ അല്ല ഫിറോസ്ക? കുറച്ചും കൂടി സമയം നീട്ടി കിട്ടിയിരുന്നെങ്കിൽ കണ്ട പെണ്ണുങ്ങളുമായി അഴിഞ്ഞാടി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്വന്തം പെണ്ണിനെയും കൂടി അങ്ങ് സ്നേഹിക്കാമായിരുന്നു അല്ലെ ഫിറോസ്ക? ബാക്കി പറഞ്ഞോട്ടെന്തായാലും. നമ്മൾ വർക്കും കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്കൂടാണ് ഇവരൊക്കെ ഒരുപാട് നമ്മൾ എൻഗേജ് പല കാര്യത്തിലും. അതിനിടയ്ക്ക് സമയം കിട്ടുന്നില്ല. ഒരാളെ സ്നേഹിക്കാനുള്ള പൂർണ്ണമായ സമയം നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. അതെ, ഭയങ്കര എൻഗേജഡ് ആണ്. എത്ര പെണ്ണുങ്ങളുടെ അടുത്ത് ഓടിച്ചെല്ലണം, അവരൊക്കെ തൃപ്തിപ്പെടുത്തി വരുമ്പോഴേക്കും തന്നെ ഒരു ദിവസം ഒരു സമയമാവും. പിന്നെ ആകെ തുച്ഛമായ സമയമാണ് സ്വന്തം പെണ്ണിന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്നത്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ഫിറോസ്ക? ബാക്കി പറഞ്ഞോട്ടുണ്ടായാലും. പൂർണ്ണമായ സമയം നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് പോകുന്നത്. അപ്പം ആ സ്നേഹത്തിനിടയ്ക്ക് വേറൊരാളെ കൂടെ പിടിച്ച് നമ്മൾ തലവെക്കാൻ പറ്റില്ല. അതെ, ആരാണ് ഈ പറയണത്? 10-200 എണ്ണത്തിന് തലേ കയറ്റി നടന്ന മനുഷ്യനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഒരാളെ സ്നേഹിക്കുന്നതിനിടയ്ക്ക് വേറെ ഒരാളെ നമുക്ക് തലേ കയറ്റി വെക്കാൻ പറ്റൂല എന്നൊക്കെ. ബാക്കി പറഞ്ഞോട്ടെന്തായാലും. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട് 2-3 പ്രണയങ്ങളുള്ളതും 2-3 ഒരേ സമയം കൊണ്ടുപോകുന്നത്.
അവരൊക്കെ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു സ്നേഹമല്ല. സ്നേഹിക്കുന്ന എപ്പോഴും ഒരു നമ്മൾ അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരാളെ സ്നേഹിച്ചാൽ അയാളെ തന്നെ ആയിരിക്കണം. അതെ, ഫിറോസ്ക എങ്ങനെയാണ്, അതുകൊണ്ടാണ് സ്വന്തം പെണ്ണ് പെട്ടെന്ന് ഡിവേഴ്സ് ചെയ്ത് പോയത്. ഇതൊക്കെ കേൾക്കണ റബ്ബേ. എന്നാൽ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ തള്ളി വിടാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും എന്നൊന്നും എനിക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കൂടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിലധികമായിട്ട് ഞാൻ ഉപദേശങ്ങൾ കൊടുക്കാനേ എനിക്ക് പറ്റൂ. എനിക്ക് പിടിച്ച് കെട്ടി ചങ്ങലയ്ക്ക് ഇവിടെ പിടിച്ചിടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കാരണം വേറെ ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതൊന്നും എൻ്റെ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തികളും അല്ല. അതെനിക്ക് അടിവരയിട്ട് പറയാം. ഞാൻ സ്നേഹിച്ച അത്രയും ലോകത്താർക്കും അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കുറവുകളും എല്ലാം ഞാൻ അറിയുന്നത് പോലെ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങിയാണ് ഞാൻ സ്നേഹിച്ചത്. എന്നാലത് വല്ലാത്തൊരു സ്നേഹമായി പോയി ഫിറോസ്ക, പറയാതെ വയ്യ. പഠിച്ചോനെ വിചാരിച്ച് ഇങ്ങനെ ഒന്നിനെ ആരും സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ലേ, ശ്വാസം മുട്ടി ചത്തവും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പെണ്ണ് നിങ്ങളുടെ ഡിവോഴ്സ് ചെയ്ത് ഓടിപ്പോയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇങ്ങനെയൊന്നും ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്. ഇത്രയും കാലം സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത സ്നേഹം തന്നെ ധാരാളം. ഇനി അങ്ങോട്ട് ആരും ഇങ്ങനെ സ്നേഹിക്കേണ്ട. ബാക്കി പറഎന്തായാലും. ഞാനും സജനയും പല ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിലും രണ്ടുപേരും അങ്ങോട്ട് കുറ്റം പറയാത്തത് ആ നല്ല നിമിഷങ്ങൾ ഇതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നു. അത് ശരി, അതുകൊണ്ടാണ്. അല്ലാണ്ട് രണ്ടുപേരുടെ അവീതം പുറത്തു വരുന്നുള്ള പേടിനെ കൊണ്ടല്ല, നല്ല നിമിഷങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നതിനെ കൊണ്ടാണല്ലേ. അതിന് നല്ല നിമിഷം എന്താണുള്ളത്? നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അവീതങ്ങൾ ഉണ്ടായിരുന്നല്ലാണ്ട് വേറെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇത് ഞാൻ പറഞ്ഞല്ല, സജന പറഞ്ഞ കാര്യമാണ്. ബാക്കി പറന്തായാലും. അപ്പൊ ആ നല്ല നിമിഷങ്ങൾ എന്നും ഓർത്തിരിക്കാൻ ഈ ഡിവോഴ്സ് ഇവിടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആ നല്ല നിമിഷങ്ങൾ കുറഞ്ഞിട്ട് അതിനപ്പുറം വേറെ ഓപ്പോസിറ്റ് ഒരു സാധനം വരും. അതെ, അത് സത്യമാണ്. നല്ല കറക്റ്റ് സമയത്താണ് നിങ്ങൾ പിരിഞ്ഞത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കൊലപാതകം പോലും നടന്നേനെ അല്ലേ ഫിറോസ്ക? ബാക്കി പറന്തായാലും. മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ നല്ല നിമിഷങ്ങൾ, 10 വർഷത്തെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഓർത്തിരിക്കാൻ ഇപ്പൊ ഞങ്ങൾ ബുദ്ധിപൂർവ്വം എടുത്തതാണ് ഈ ഡിവോഴ്സ് എന്നുള്ള തീരുമാനം. അതെ, പശുവിന്റെ കടിയും മാറും കാക്കന്റെ വിശപ്പ് മാറും എന്ന് പറഞ്ഞ മാതിരി കറക്റ്റ് സമയത്ത് ബുദ്ധിപൂർവ്വമായിട്ടാണ് നിങ്ങൾ പിരിയാന്നുള്ള തീരുമാനം എടുത്തത്. അതാകുമ്പോൾ സജനക്ക് റസൂൽ പൂക്കുട്ടിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഫിറോസിനാണെങ്കിലോ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാട് നടക്കുകയും ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാളും പിരിയാന്നുള്ളതാണ്. അത് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എടുത്തു എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ എന്താ അതിനൊക്കെ പറയാം. ബാക്കി പറന്തായാലും. ഇല്ലെങ്കിൽ ഈ ജനം തന്നെ ഇപ്പൊ ഈ ജനം എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ നല്ല മൊമെന്റ്സ് മാത്രമാണ് അവർ കണ്ടിരിക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ ചീത്ത മൊമെന്റ്സ് കണ്ട്. ബാക്കി പറന്തായാലും. മനസ്സിലായി. നമ്മുടെ ഏറ്റവും നല്ല അറ്റാച്ച്മെന്റ്, ഏറ്റവും നല്ല മൊമെന്റ്സ് കണ്ടിരിക്കുകയാണ് ഈ ജനം തന്നെ. ഇപ്പം അതുകൊണ്ടാണ് ഒന്നിക്കാൻ പറയുന്നത്. ഇവരെ കൊണ്ട് നാളെ വേറെ രീതി പറയിപ്പിക്കരുതല്ലോ. പറയിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇതിനും വലുത് ഇനി എന്താണ് പറയിപ്പിക്കാനുള്ളത്? നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞവരെ കൊണ്ട് തന്നെ നിങ്ങൾ മാറ്റി പറയിപ്പിച്ചു. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും ഫിറോസ്ക. ബാക്കി പറഞ്ഞാലും. അതുകൊണ്ട് ഈ ഡിവോഴ്സ് ഇപ്പൊ വളരെ ആവശ്യമാണ് രണ്ടുപേർക്കും. അല്ല, സജന ഫിറോസ് എന്ന് പറയുന്ന പേര് തന്നെയാണ് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫിറോസിനെയോ സജനയോ വ്യത്യസ്തമായിട്ട് എടുക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസ് 3ക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരുമിച്ച് കാണണമെന്നുള്ളത് പ്രേക്ഷകരുടെ ആഗ്രഹമാണ്. അപ്പം കൂടുതൽ ചോദിക്കുക, കുറച്ചുകൂടെ സജനെ ഓർത്തു കഴിഞ്ഞാൽ ശരിക്കും സജനെ കുറിച്ച് പറയാൻ പറ്റുന്ന നല്ല മൊമെന്റ്സ് ഇല്ലേ? ഇപ്പൊ നമ്മൾക്ക് തന്നെ ഒരു ഗൂസ് ബംസ് ഉണ്ടാവുന്ന, സ്വയം തന്നെ തോന്നുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ബന്ധത്തിലും ഒരുപാട് നന്മകൾ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ നന്മകൾ ഉണ്ടായിട്ടുണ്ട്. നന്മകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി ശ്വാസം മുട്ടിയ സമയത്താണ് ഇവര് പിരിയാന്ന് തീരുമാനിച്ചത് തന്നെ. കാരണം എങ്ങാനും ഈ നന്മ കൂടി ശ്വാസം മുട്ടി ചത്തുപോയാണെങ്കിൽ പിന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിരിയുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങ് തീരുമാനിച്ചു. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. നിങ്ങളുടെ ബന്ധത്തിലും ഒരുപാട് നന്മകൾ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലും ഒലക്കാണ്, ഒരുപാട് അവീതങ്ങൾ ഉണ്ടായെന്ന് പറ. അതാണ് നല്ലത്. ബാക്കി പറന്തായാലും. ആ വഴികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുന്നത് ഏറ്റവും വലിയ നന്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്. ഞാനുള്ള ബന്ധത്തിലെ ഏറ്റവും നല്ല കുഞ്ഞ്, ഞാൻ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ മോനാണ്. അതെ, മോനെ മാത്രമേ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അതിന്റെ 10-1 അംശം സ്വന്തം ഭാര്യയ്ക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഗതികേട് രണ്ടാക്കും വരില്ലായിരുന്നു. എന്തായാലും കൊള്ളാം വേശ്യയുടെ ചാരിത്ര പ്രസംഗം. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മികച്ചൊരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. എന്നാലും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ വന്ന് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്കത് ഒരിക്കലും പറ്റത്തില്ല. അതിന്റെ നമുക്കൊരു മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ലോ. ഇത് പേഴ്സണൽ ലൈഫിലുള്ള ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് പബ്ലിക് ലൈഫിൽ വലിയ നന്മമരം അത് ഇങ്ങനെ കൊണ്ടേ പറ്റൂ എന്നുള്ളതാണ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. ഇതോടുകൂടി ഈ ടോപ്പിക്ക് ക്ലോസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.